ചില സാലഡൊക്കെ എത്ര കഴിച്ചാലും മതിയാവില്ല അല്ലേ? അതുപോലത്തെ ഒരു സാലഡാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. എനിക്ക് സാലഡിൽ കുറച്ച് ഒരു മധുരമൊക്കെ ഉള്ള ടൈപ്പ് സാലഡ് പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തയ്യാറാക്കിയെടുക്കുന്നത് പൈനാപ്പിൾ സാലഡാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ സാലഡ് റെഡിയാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ. ഞാൻ ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 8-10 ഇല പുതിനയില വേണം. അത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്കത് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ അതാ ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിട്ടെല്ലാം പൈനാപ്പിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല എരിവും മധുരവും പുളിയും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാലഡ്. ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റില്ല. അടിപൊളി സാലഡാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.